വിധിയെഴുതി കേരളം, ഇനി കാത്തിരിപ്പിന്റെ കാലം. ആവേശകരമായ പ്രചാരണങ്ങൾക്കും വാദപ്രതിവാദങ്ങൾക്കും ഒടുവിൽ ജനാധിപത്യ കേരളം വിധിയെഴുതി കഴിഞ്ഞു. ജനാധിപത്യത്തിന്റെ ഉത്സവത്തിൽ പങ്കുചേർന്ന് തങ്ങളുടെ സമ്മതിദാനാവകാശം വിനിയോഗിച്ച വോട്ടർമാർ ഇനി ഫലപ്രഖ്യാപനത്തിനായിട്ടുള്ള കാത്തിരിപ്പിലാണ്. സംസ്ഥാനത്തിടുനീളം രേഖപ്പെടുത്തിയ ഉയർന്ന പോളിംഗ് ശതമാനം കേരള ജനതയുടെ രാഷ്ട്രീയ പ്രബുദ്ധതയുടെ പ്രതിഫലമായി കാണാം. ജനങ്ങൾ കാണിച്ച താൽപര്യം ഭരണമാറ്റത്തിനോ ഭരണ തുടർച്ചയ്ക്കോ ആവട്ടെ, കന്നി വോട്ടർമാരടക്കം വലിയ തോതിൽ പോളിംഗ് ബൂത്തിലേക്ക് എത്താൻ കാണിച്ച മനോഭാവം അഭിനന്ദനം അർഹിക്കുന്നു. മെയ് 4-നാണ് വോട്ടെണ്ണൽ. പോളിംഗ് കഴിഞ്ഞ് ഫലപ്രഖ്യാപനത്തിനായി ഇത്രയധികം ദിവസങ്ങൾ കാത്തിരിക്കേണ്ടി വരുന്നത് രാഷ്ട്രീയ പാർട്ടികളെയും സ്ഥാനാർത്ഥികളെയും വോട്ടർമാരെയും ഒരുപോലെ ഉത്കണ്ഠകുലരാക്കുന്നുണ്ട്. അഭിപ്രായ സർവേയുടെയും കണക്ക് കൂട്ടലുകളുടെയും പേരിൽ പതിവ് പോലെ വലിയ തർക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. യഥാർത്ഥ ഫലം വരാനിരിക്കെ വെറുമൊരു കൗതുകം എന്നതിനപ്പുറം ഇവയ്ക്കൊന്നും പ്രസക്തിയില്ലെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾക്ക് ഫലപ്രഖ്യാപനം വരെ നേരം കളയാനും സമാശ്വാസം കണ്ടെത്താനും ഒരു വിഷയമാണ് അതും. അതിലൊക്കെ അപ്പുറം ആര് ജയിച്ചാലും പ്രകടന പത്രികകൾ വെറും കടലാസി രേഖകളായി ഒതുങ്ങരുതെന്നാണ് കേരള ജനത ആഗ്രഹിക്കുന്നത്. വിയോജിക്കുന്നവരെ പുച്ഛവും പരിഹാസവും നിറഞ്ഞ വാക്കുകൾ കൊണ്ട് നേരിടുന്നത് പക്വമായ രാഷ്ട്രീയമല്ല. മെയ് 4-ന് പുറത്തുവരുന്ന ജനവിധി എന്തായാലും അത് വിനയപൂർവ്വം സ്വീകരിക്കാനും നാടിനു വേണ്ടി പ്രവർത്തിക്കാനും എല്ലാ പാർട്ടികൾക്കും സാധിക്കണം. വോട്ടർമാർ നൽകുന്ന ഈ വലിയ ഉത്തരവാദിത്തം ഭരണാധികാരികൾ അർഹമായ ഗൗരവത്തോടെ കാണുമെന്നും നമുക്ക് പ്രത്യാശിക്കാം. സംസ്ഥാനത്തിന്റെ സമഗ്ര പുരോഗതിക്കായി എല്ലാ മുന്നണികളും ഒത്തൊരുമിച്ച് നിൽക്കുന്ന ഒരു പുതിയ രാഷ്ട്രീയ സംസ്കാരത്തിന് ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴെങ്കിലും കേരളം തുടക്കം കുറിക്കട്ടെ.